യേശുവിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഡൊമിനിക് സാവിയോയും കൂട്ടുകാരും ഫുട്ബോൾ കളിക്കുമ്പോൾ വിശുദ്ധ ഡോൺ ബോസ്കോ അവരെ വിളിച്ചിട്ട് ചോദിച്ചു, 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ മരിക്കാൻ പോവുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്യുക? വിശുദ്ധ ഡൊമിനിക് സാവിയോ പറഞ്ഞത്, ഞാനിവിടെ കളിച്ചുകൊണ്ടേയിരിക്കും എന്നാണ്. ബിഷപ്പായിരുന്ന വിശുദ്ധ ജോൺ ഫിഷർ ജയിലിലായിരുന്നു. ഒരു ദിവസം വാർഡൻ അദ്ദേഹത്തെ വെളുപ്പിനെ 5 മണിക്ക് വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞു, രാവിലെ നിങ്ങൾ തൂക്കിലേറ്റപ്പെടുകയാണ്, അന്തിമമായ എന്തെങ്കിലും അഭിലാഷമുണ്ടെങ്കിൽ പറയാം. മിസ്റ്റർ ജോൺ ഫിഷർ വാർഡന് നന്ദി പറഞ്ഞു ഈ വിവരം അറിയിച്ചതിന്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് 1 മണിക്കൂറും കൂടി ഉറങ്ങാൻ പറ്റുമല്ലോ, എന്നെ അതിനനുവദിക്കുക, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. മരണം പടിക്കലെത്തുമ്പോഴും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാനും ഉറങ്ങാനുമൊക്കെ സാധിക്കുന്ന വിശുദ്ധ ഡൊമിനിക് സാവിയോയും വിശുദ്ധ ജോൺ ഫിഷറുമൊക്കെ നമ്മളെ അതിശയിപ്പിക്കുകയാണ്. കാരണം അവർ അതുപോലെ മരണത്തെ മുന്നിൽ കണ്ട് തയ്യാറായി ഓരോ നിമിഷവും അവർ ചെയ്യേണ്ടത് ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് തീർത്തുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നയിച്ചിരുന്നത്. ഇന്നത്തെ വചനത്തിൽ നല്ലൊരു ഭൃത്യനെ പറ്റി പറയുന്നുണ്ട്. യജമാനൻ്റെ ഇഷ്ടം മനസ്സിലാക്കി എപ്പോഴും തയ്യാറായി ഓരോ നിമിഷവും തൻ്റേതായ ഉത്തരവാദിത്തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നല്ല ഭൃത്യൻ. പ്രിയപ്പെട്ടവരെ, നാമും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അനുനിമിഷം ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ചെയ്യേണ്ടത് ചെയ്തു മുന്നോട്ട് പോകുവാൻ എപ്പോഴും തയ്യാറായിട്ടിരിക്കുവാൻ നമുക്കും സാധിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.